ടോപ്പ് ട്യൂഷനിൽ നിന്നുള്ള ക്ലാസ് 9 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് വെൽക്കം. ടുഡേ നമ്മൾ പീരിയോഡിക് ടേബിൾസ് എന്ന ചാപ്റ്ററാണ് കവർ ചെയ്യുന്നത്. ഒരു ഫൺ ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ ഭാഗമായി നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ചേർന്ന് പീരിയോഡിക് ടേബിളിന്റെ വലിയൊരു കളർഫുൾ മോഡൽ ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെന്ന് ഇമാജിൻ ചെയ്യുക. എലമെന്റ്സിനെ ഒരു സയന്റിഫിക് വേയിൽ ക്ലാസിഫൈ ചെയ്യുന്നത് കെമിസ്ട്രി സ്റ്റഡിയിൽ കൺഫ്യൂസ്ഡ് ആകാതെ നമ്മളെ ഇമ്മൻസ്ലി ഹെൽപ്പ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷനായുള്ള ഏർലി അറ്റംപ്സിനെക്കുറിച്ച് നിങ്ങൾക്ക് ഫമിലിയർ ആണെന്നും അത് ബ്രില്യന്റ് സയന്റിസ്റ്റ് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ് പ്രപ്പോസ് ചെയ്ത ഫേമസ് പീരിയോഡിക് ലോയിലേക്ക് ലെഡ് ചെയ്തതായും നിങ്ങൾ റിമെമ്പർ ചെയ്യുന്നുണ്ടാകാം. ബാക്ക് ഇൻ ദ ഇയർ 1869-ൽ മെൻഡലീവ് ഫസ്റ്റായി തന്റെ ഹിസ്റ്റോറിക് പീരിയോഡിക് ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ആറ്റത്തിന്റെ ഇന്നർ സ്ട്രക്ചറെക്കുറിച്ചോ അതിന്റെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെക്കുറിച്ചോ യാതൊരു ക്ലാരിറ്റിയോ മോഡേൺ അണ്ടർസ്റ്റാൻഡിങ്ങോ ഉണ്ടായിരുന്നില്ല. ആ അഡ്വാൻസ്ഡ് സ്ട്രക്ചറൽ നോളജ് ഇല്ലാതിരുന്നിട്ടുപോലും മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിന് സയൻസിനെ ഫോർവേഡ് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഹ്യൂജ് നമ്പർ ഓഫ് വണ്ടർഫുൾ മെറിറ്റ്സ് ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ്, അത് അന്നത്തെ ലിമിറ്റഡ് ഡേറ്റയെ ബേസ് ചെയ്തുള്ള ഒരു ഏർലി അറ്റംപ്റ്റ് ആയിരുന്നതിനാൽ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിന്റെ സർട്ടൻ ഡീമെറിറ്റ്സിനെക്കുറിച്ചും ലിമിറ്റേഷൻസിനെക്കുറിച്ചും നിങ്ങൾ അവെയറാണ്. ഈ ലിമിറ്റേഷൻസിനെക്കുറിച്ച് ഡീപ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നിങ്ങളുടെ ഏർലിയർ ലെസൺസിൽ നിങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ടാകാൻ ലൈക്ലിയായ ഐസോടോപ്സിനെക്കുറിച്ച് നമുക്ക് തിങ്ക് ചെയ്യാം. സെയിം എലമെന്റിന്റെ ഐസോടോപ്സ് എങ്ങനെയാണ് വൺ അനദറിൽ നിന്നും ഡിഫർ ചെയ്യുന്നത്? വെൽ, മെൻഡലീവ്സ് ഒറിജിനൽ പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സ് സ്ട്രിക്ട്ലി അവയുടെ അറ്റോമിക് മാസിന്റെ ബേസിസിലാണ് അറേഞ്ച് ചെയ്തിരുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഐസോടോപ്സിന് ഡിഫറന്റ് അറ്റോമിക് മാസസ് ഉള്ളതിനാൽ ആ രീതിയിൽ ബിൽഡ് ചെയ്ത പീരിയോഡിക് ടേബിളിൽ അവയ്ക്ക് കംപ്ലീറ്റ്ലി ഡിഫറന്റ് പൊസിഷൻസ് അസൈൻ ചെയ്യേണ്ടത് നെസസറിയായി മാറുന്നു. ഫോർ എക്സാമ്പിൾ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിറ്റിയം എന്നിങ്ങനെ 3 ഡിസ്റ്റിങ്ക്റ്റ് ഐസോടോപ്സ് ഉള്ള ഹൈഡ്രജനെ ലുക്ക് ചെയ്യൂ. ഇവയെ 11H, 12H, 13H എന്ന് റൈറ്റ് ചെയ്യാം. ആസ് പെർ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ, അറ്റോമിക് മാസിന്റെ ബേസിസിൽ ഇവയോരോന്നിനും ഒരു സിംഗിൾ സ്പെസിഫിക് പൊസിഷൻ അസൈൻ ചെയ്യുക എന്നത് സിംപ്ലി പോസിബിൾ അല്ല. 1887 മുതൽ 1915 വരെ ലീവ് ചെയ്തിരുന്ന ഹെൻറി മോസ്ലി എന്ന ബ്രില്യന്റ് സയന്റിസ്റ്റിന്റെ വരവോടെ എവ്രിതിങ് ചേഞ്ച്ഡായി. തന്റെ ഫാസിനേറ്റിംഗ് എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ്സിലൂടെ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് അവയുടെ അറ്റോമിക് മാസിനെയല്ല, റാദർ അവയുടെ അറ്റോമിക് നമ്പറിനെയാണ് എന്ന് ഹെൻറി മോസ്ലി വേൾഡിന് പ്രൂവ് ചെയ്തു. ബിക്കോസ് ഓഫ് ദിസ് പ്രൊഫൗണ്ട് ഡിസ്കവറി അദ്ദേഹം മെൻഡലീവ്സ് പീരിയോഡിക് ലോയെ ബ്യൂട്ടിഫുള്ളി റിവൈസ്ഡ് ചെയ്ത് നമ്മളിപ്പോൾ മോഡേൺ പീരിയോഡിക് ലോ എന്ന് വിളിക്കുന്നതിലേക്ക് മാറ്റി. ഈ ഫണ്ടമെന്റൽ മോഡേൺ പീരിയോഡിക് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് അവയുടെ അറ്റോമിക് നമ്പേഴ്സിന്റെ പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ് എന്നാണ്. ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ബ്രാൻഡ് ന്യൂ മോഡേൺ പീരിയോഡിക് ലോ, മോസ്ലി എല്ലാ എലമെന്റ്സിനെയും അവയുടെ അറ്റോമിക് നമ്പേഴ്സിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയും മോഡേൺ പീരിയോഡിക് ടേബിൾ ഡിസൈൻ ചെയ്യുകയും ചെയ്തു. പഴയ ഇഷ്യൂസ് ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്തത് എന്ന് സീ ചെയ്യാൻ ഇതിന്റെ ഫെന്റാസ്റ്റിക് മെറിറ്റ്സിലേക്ക് നമുക്കൊരു ക്ലോസ് ലുക്ക് എടുക്കാം. ആസ് യു നോ, മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിന്റെ വൺ ഓഫ് ദ ഡീമെറിറ്റ്സ് ടോട്ടലി ഡിഫറന്റ് പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനെ സെയിം ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു എന്നതാണ്. ഫോർ ഇൻസ്റ്റൻസ്, വെരി ഹാർഡ് മെറ്റൽസ് ആയ കോപ്പറും സിൽവറും ഇൻക്രെഡിബ്ലി സോഫ്റ്റ് മെറ്റൽസ് ആയ സോഡിയം, പൊട്ടാസ്യം എന്നിവയോടൊപ്പമാണ് റൈറ്റ് അലോങ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ബട്ട് ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ, സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനെ സെയിം വേർട്ടിക്കൽ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെക്കുറിച്ച് മോസ്ലി പെർട്ടിക്കുലർലി കെയർഫുൾ ആയിരുന്നു. ഹെൻസ്, നമ്മൾ സിംപ്ലി ഒരു എലമെന്റിന്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ സെയിം ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യുന്ന മറ്റ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസിനെക്കുറിച്ച് ഇൻസ്റ്റന്റ്ലി ഒരു വണ്ടർഫുൾ ഐഡിയ ലഭിക്കും. മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിൽ ഒരേ എലമെന്റിന്റെ ഐസോടോപ്സിന് സ്പെസിഫിക് പൊസിഷനും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ, എലമെന്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവയുടെ അറ്റോമിക് നമ്പേഴ്സിന്റെ അസെൻഡിംഗ് ഓർ ഇൻക്രീസിംഗ് ഓർഡറിലാണ്. ദസ്, മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിന്റെ ഈ മേജർ ലിമിറ്റേഷൻ കംപ്ലീറ്റ്ലി ഓവർകം ചെയ്യപ്പെട്ടു ബിക്കോസ് ഐസോടോപ്സ് സെയിം അറ്റോമിക് നമ്പർ ഷെയർ ചെയ്യുന്നു. അനദർ ലിമിറ്റേഷൻ ഓഫ് മെൻഡലീവ്സ് ഡിസൈൻ എന്തെന്നാൽ അറ്റോമിക് മാസിന്റെ അസെൻഡിംഗ് ഓർഡർ സർട്ടൻ പ്ലേസിൽ സ്ട്രിക്ട്ലി ഫോളോ ചെയ്തിരുന്നില്ല എന്നതാണ്. ഫോർ എക്സാമ്പിൾ, 39 അറ്റോമിക് മാസുള്ള പൊട്ടാസ്യം എന്ന എലമെന്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി അതിനേക്കാൾ ഹെവിയർ അറ്റോമിക് മാസുള്ള 40 ഉള്ള ആർഗണിന് ശേഷമാണ്. മോഡേൺ പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ് എലമെന്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നാൽ അറ്റോമിക് മാസിലുള്ള ഇത്തരം സ്കിപ്പിംഗ് ഇറഗുലാരിറ്റി ടോട്ടലി ഇറെലവന്റായി മാറുന്നു. വിവിധ ഫോംസിലുള്ള പീരിയോഡിക് ടേബിൾസ് സയന്റിസ്റ്റ് ടൈം ടു ടൈം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 118 എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന പീരിയോഡിക് ടേബിളാണ് ഇപ്പോൾ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നത്. ഈ മാർവലസ് ടേബിളിൽ ഹൊറിസോണ്ടൽ റോസിനെ പീരിയഡ്സ് എന്നും വെർട്ടിക്കൽ കോളംസിനെ ഗ്രൂപ്പ്സ് എന്നും വിളിക്കുന്നു.
സെയിം ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യുന്ന എലമെന്റ്സ് അവയുടെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ വണ്ടർഫുൾ സിമിലാരിറ്റി എക്സിബിറ്റ് ചെയ്യുന്നു. സയൻസ് നെവർ സ്റ്റോപ്സ് ഗ്രോയിങ് ആൻഡ് ഇൻ ദ ഇയർ 2016-ൽ 4 ബ്രാൻഡ് ന്യൂ എലമെന്റ്സ് പീരിയോഡിക് ടേബിളിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഈ 4 ന്യൂ മെമ്പേഴ്സിന് 7th പീരിയഡിലെ എംപ്റ്റി സ്പേസുകളിലാണ് ഒരു ഹോം നൽകിയത്. അറ്റോമിക് നമ്പർ 113 മുതൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അവയുടെ ഐഡന്റിറ്റികൾ ലുക്ക് ചെയ്യാം. ഇതിന് സിംബൽ NH-ഉം IUPAC നെയിം നിഹോണിയവുമാണ്. നെക്സ്റ്റ് അപ്പ് അറ്റോമിക് നമ്പർ 115 ആണ്. ഇത് MC എന്ന സിംബലും മോസ്കോവിയം എന്ന IUPAC നെയിമും ക്യാരി ചെയ്യുന്നു. ദെൻ നമുക്ക് അറ്റോമിക് നമ്പർ 117 ഉണ്ട്. ഇത് TS എന്ന സിംബലിലും ടെന്നസിൻ എന്ന IUPAC നെയിമിലുമാണ് ഗോസ് ബൈ. ഫൈനലി അറ്റോമിക് നമ്പർ 118-നെ OG എന്ന സിംബൽ കൊണ്ടും ഓർഗനിസൻ എന്ന IUPAC നെയിം കൊണ്ടും റെപ്രസെന്റ് ചെയ്യുന്നു. നിഹോണിയം എന്ന എലമെന്റിന് അതിന്റെ യൂണീക്ക് നെയിം ആക്ച്വലി ലഭിച്ചത് നിഹോൺ എന്ന ബ്യൂട്ടിഫുൾ ജാപ്പനീസ് വേർഡിൽ നിന്നാണ്. ഈ വേർഡ് ജാപ്പനീസ് ലാംഗ്വേജിൽ ജപ്പാനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു ആൻഡ് ഇതിന് ദ ലാൻഡ് ഓഫ് ദ റൈസിംഗ് സൺ എന്നും മീനിംഗ് ഉണ്ട്. മോസ്കോവിയം എന്ന എലമെന്റിന്റെ ഡിസ്കവറിയുമായി റിലേറ്റഡായ എക്സൈറ്റിംഗ് എക്സ്പെരിമെന്റ്സ് മെയിൻലി ക്യാരി ഔട്ട് ചെയ്തത് മോസ്കോയിലെ ലബോറട്ടറികളിലാണ്. ടെന്നസിൻ എന്ന എലമെന്റ് അതിന്റെ നെയിം ഡിറൈവ് ചെയ്തത് ടെന്നസി സ്റ്റേറ്റിൽ കണ്ടക്ട് ചെയ്ത എക്സ്പെരിമെന്റ്സിന്റെ ബേസിസിലാണ്. സോ ആസ് യു ക്യാൻ സീ, ഈ 3 എലമെന്റ്സിനും അവയുടെ ഡിസ്കവറീസുമായി അസോസിയേറ്റ് ചെയ്ത ജിയോഗ്രാഫിക്കൽ പ്ലേസുകളിൽ നിന്നാണ് യൂണീക്ക് നെയിംസ് ലഭിച്ചത്. ബട്ട് ഓർഗനിസൻ എന്ന എലമെന്റ് ക്വൈറ്റ് സ്പെഷ്യലാണ്. ബിക്കോസ് ഇത് പ്രൊഫസർ യൂറി ഓർഗനിസ്യൻ എന്ന ന്യൂക്ലിയർ സയന്റിസ്റ്റിന്റെ ഓണറിലാണ് നെയിം ചെയ്തത്. സയന്റിഫിക് ഹിസ്റ്ററിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു സയന്റിസ്റ്റിന്റെ പേര് ഒരു എലമെന്റിന് നൽകുന്ന സെക്കൻഡ് ഇൻസ്റ്റൻസ് മാത്രമാണിത്. പ്രീവിയസ്ലി അറ്റോമിക് നമ്പർ 106 ആയ സിബോർഗിയം എന്ന എലമെന്റിന് ഇതേ എക്സാക്ട് വേയിൽ ഒരു സയന്റിസ്റ്റിന്റെ പേര് നൽകിയിട്ടുണ്ടായിരുന്നു. ആ എലമെന്റ് ഗ്ലെൻ സിബോർഗ് എന്ന അമേരിക്കൻ കെമിസ്റ്റിന്റെ ഓണറിലാണ് നെയിം ചെയ്തത്. എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസിനെക്കുറിച്ചും അവയുടെ സയന്റിഫിക് ക്ലാസിഫിക്കേഷന്റെ മെറിറ്റ്സിനെക്കുറിച്ചും നമുക്ക് കൂടുതൽ ഡീറ്റെയിലായി സ്റ്റഡി ചെയ്യാം. നൗ നമുക്ക് എലമെന്റ്സിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷനിലേക്കും പീരിയോഡിക് ടേബിളിലെ അവയുടെ പൊസിഷൻസിലേക്കും അറ്റൻഷൻ ടേൺ ചെയ്യാം. നിങ്ങൾ മോഡേൺ പീരിയോഡിക് ടേബിൾ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യം 7 ഹൊറിസോണ്ടൽ പീരിയഡ്സും 18 വെർട്ടിക്കൽ കോളംസും കൗണ്ട് ചെയ്യാം. ഫസ്റ്റ് പീരിയഡ് ആബ്സല്യൂട്ട് ഷോർട്ടസ്റ്റ് ആണ്, ബിക്കോസ് അതിലാണ് ലീസ്റ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ളത്. നിങ്ങൾ പീരിയഡ് 2ഉം പീരിയഡ് 3യും കമ്പയർ ചെയ്താൽ അവയിൽ എക്സാക്ട് സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടെത്തും. ദാറ്റ് ഈസ് 8 ഈച്ച്. നിങ്ങൾ 4th പീരിയഡിലേക്ക് ഡൗൺ ആയി ലുക്ക് ചെയ്യുമ്പോൾ അതിൽ മച്ച് ലാർജർ ടോട്ടലായ 18 എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കാണാം. പീരിയോഡിക് ടേബിൾ ഒരു എലമെന്റിനെക്കുറിച്ച് സോ മച്ച് ഇൻഫർമേഷൻ നമുക്ക് തരുന്നു, ഇൻക്ലൂഡിംഗ് അതിന്റെ നെയിം, അതിന്റെ സിംബൽ, അതിന്റെ അറ്റോമിക് നമ്പർ ആൻഡ് അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഗ്രൂപ്പ് 1ലെ എലമെന്റ്സ് നമുക്ക് ലുക്ക് ചെയ്യാം. ലിഥിയം മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് അറ്റോമിക് നമ്പർ 3യും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 1ഉം ആണ്. നെക്സ്റ്റ് സോഡിയമാണ്. ഇതിന് അറ്റോമിക് നമ്പർ 11ഉം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 8, 1ഉമാണ്. Potassium follows with an atomic number of 19 and an electron configuration of 2, 8, 8, 1. Then comes rubidium. ഇതിന് atomic number 37ഉം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 8, 18, 8, 1ഉമാണ്. സീസിയത്തിന് atomic number 55ഉം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 8, 18, 18, 8, 1ഉമാണ്. ഫൈനലി ഫ്രാൻസിയത്തിന് അറ്റോമിക് നമ്പർ 87ഉം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 8, 18, 32, 18, 8, 1ഉമാണ്. ഗ്രൂപ്പ് 1ലെ ഈ എല്ലാ എലമെന്റ്സിലെയും നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസിനെക്കുറിച്ച് എന്തെങ്കിലും അമേസിംഗ് പെക്യുലാരിറ്റി നിങ്ങൾ നോട്ടീസ് ചെയ്തോ? യെസ്, അവയിൽ എവ്രി സിംഗിൾ വണ്ണിനും കൃത്യമായി 1 ഇലക്ട്രോണാണ് അവയുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ സിറ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് 2വിലെ എലമെന്റ്സിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ റൈറ്റ് ചെയ്യാൻ നിങ്ങൾ പീരിയോഡിക് ടേബിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവയ്ക്കെല്ലാം 2 ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് ഉള്ള ഒരു സിമിലർ ട്രെൻഡ് സീ ചെയ്യാം. ഒരു ഗിവൻ ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് എപ്പോഴും സെയിം ആയിരിക്കും എന്ന് ഇത് വെരി ക്ലിയർ ആകുന്നു. എലമെന്റ്സിന്റെ യുണീക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ്ലി ഈ നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസിനെ ബേസ് ചെയ്തുള്ളതാണ്. യൂഷ്വലി ഈ ഔട്ടർമോസ്റ്റ് വാലൻസ് ഇലക്ട്രോൺസ് ആണ് കെമിക്കൽ റിയാക്ഷൻസിൽ ആക്റ്റീവായി പാർട്ടേക്ക് ചെയ്യുന്നത്. ഈ കോമൺ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിസിൽ ഈച്ച് ഗ്രൂപ്പിലെയും എലമെന്റ്സിനെ ക്ലോസ്-നിറ്റ് ഫാമിലീസായി കൺസിഡർ ചെയ്യാം. ഗ്രൂപ്പ് 1 എലമെന്റ്സ് ആൽക്കലി മെറ്റൽസ് ഫാമിലി എന്ന് നോൺ ആണ്. ഗ്രൂപ്പ് 2 എലമെന്റ്സ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഫാമിലി എന്ന് നോൺ ആണ്. ഗ്രൂപ്പ് 3 മുതൽ ഓൾ ദ വേ ടു ഗ്രൂപ്പ് 12 വരെ സ്പാൻ ചെയ്യുന്ന എലമെന്റ്സ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് നോൺ ആണ്.
ഗ്രൂപ്പ് 13 ബോറോൺ ഫാമിലി എന്നും ഗ്രൂപ്പ് 14 കാർബൺ ഫാമിലി എന്നും ഗ്രൂപ്പ് 15 നൈട്രജൻ ഫാമിലി എന്നും ഗ്രൂപ്പ് 16 ഓക്സിജൻ ഫാമിലി എന്നും വിളിക്കപ്പെടുന്നു. ഗ്രൂപ്പ് 17 എലമെന്റ്സ് ഹാലോജൻസ് എന്നും ഫൈനൽ ഗ്രൂപ്പ് 18 എലമെന്റ്സ് നോബിൾ ഗ്യാസസ് എന്നും വിളിക്കപ്പെടുന്നു. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 കൂടാതെ ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള എലമെന്റ്സിനെ നമുക്ക് എക്സാമിൻ ചെയ്യാം. ഇവ കളക്റ്റീവ്ലി മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്നറിയപ്പെടുന്നു. ഈ ഗ്രൂപ്പുകളിൽ ഫെമിലിയർ മെറ്റൽസ്, നോൺ മെറ്റൽസ് കൂടാതെ സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്സിൽപ്പെട്ട എലമെന്റ്സിന്റെ ഒരു റിച്ച് മിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി, ഈ ഗ്രൂപ്പുകളിൽ മെറ്റലോയിഡ്സും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇവ മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യുന്ന യുണീക്ക് എലമെന്റ്സ് ആണ്. സിലിക്കൺ, ജെർമേനിയം, ആർസെനിക്, ആന്റിമണി എന്നിവ മെറ്റലോയിഡ്സിന് എക്സലന്റ് എക്സാമ്പിൾസ് ആണ്. ഒരു പീരിയഡിലൂടെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 സ്റ്റേബിൾ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്നതുവരെ 1 ഇലക്ട്രോണിന്റെ സ്റ്റെഡി ഇൻക്രീസ് ഉണ്ടാകുന്നു. നിങ്ങൾക്കൊരു മെയിൻ ഗ്രൂപ്പ് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ ഈസിയായി ഫൈൻഡ് ചെയ്യണമെങ്കിൽ അതിന്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് ലുക്ക് ചെയ്യുക. ഗ്രൂപ്പ് 1 ആൻഡ് 2വിന് നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് ഗ്രൂപ്പ് നമ്പറിനെ എക്സാക്ട്ലി റെപ്രസെന്റ് ചെയ്യുന്നു. ബട്ട് ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ളവ സെയിം റിലേഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് എക്സാമിൻ ചെയ്യാം. ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ളവയ്ക്ക് കറക്റ്റ് ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ നിങ്ങൾ നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസിനോടൊപ്പം 10 എന്ന നമ്പർ ആഡ് ചെയ്യണം. വൈ ഡു വി ആഡ് ദ നമ്പർ 10? നമ്മൾ 10 ആഡ് ചെയ്യുന്നത് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ 10 ഗ്രൂപ്പ്സ് ഗ്രൂപ്പ് 2വിനും ഗ്രൂപ്പ് 13നും ഇടയ്ക്ക് റൈറ്റ് നെസ്റ്റിൽ ചെയ്തിരിക്കുന്നതിനാലാണ്. പീരിയഡ് നമ്പർ ഫൈൻഡ് ചെയ്യുന്നത് ഈവൻ ഈസിയർ ആണ്, ബിക്കോസ് ഒരു ആറ്റത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഷെൽസ് അതിന്റെ പീരിയഡ് നമ്പറിന് ഈക്വൽ ആണ്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ എന്നിവ ഇൻക്ലൂഡ് ചെയ്യുന്ന നോബിൾ ഗ്യാസസ് എന്ന് വിളിക്കുന്ന ആ വണ്ടർഫുൾ ഗ്രൂപ്പ് 18 എലമെന്റ്സിനെക്കുറിച്ച് നമുക്ക് ടോക്ക് ചെയ്യാം. ഹൈഡ്രജനും ഹീലിയവും ഒഴികെയുള്ള എലമെന്റ്സിന് അവയുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നു. ഈ സ്വീറ്റ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനാണ് എല്ലാ എലമെന്റ്സിന്റെയും ആറ്റംസ് കെമിക്കൽ റിയാക്ഷൻസിന് അണ്ടർഗോ ചെയ്യുന്നത്. യൂഷ്വലി 18th ഗ്രൂപ്പ് എലമെന്റ്സ് കെമിക്കൽ റിയാക്ഷൻസിൽ പാർട്ടേക്ക് ചെയ്യാറില്ല, ബിക്കോസ് ഓഫ് ദ സ്റ്റേബിൾ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ്. നൗ നമുക്ക് ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെ 10 ഗ്രൂപ്പ്സിൽ കാണുന്ന ട്രാൻസിഷൻ എലമെന്റ്സിലേക്ക് അറ്റൻഷൻ ടേൺ ചെയ്യാം. ഗ്രൂപ്പ് 12ലെ എലമെന്റ്സ് ട്രാൻസിഷൻ എലമെന്റ്സ് ആയി കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അവ സ്ട്രിക്റ്റ് സെൻസിൽ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ ലേൺ ചെയ്യും. ഗ്രൂപ്പ് 1 ആൻഡ് 2 എലമെന്റ്സ് ജനറലി മോർ മെറ്റാലിക് ഇൻ നേച്ചറാണ് ആൻഡ് അവ പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. മീൻവൈൽ ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള എലമെന്റ്സ് പീരിയോഡിക് ടേബിളിന്റെ റൈറ്റ് സൈഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ആൻഡ് അവ ജനറലി ലെസ് മെറ്റാലിക് ഇൻ നേച്ചറാണ്. Therefore, transition elements ഗ്രൂപ്പ് 2വിലെ മോർ മെറ്റാലിക് എലമെന്റ്സിൽ നിന്നും ഗ്രൂപ്പ് 13ലെ ലെസ് മെറ്റാലിക് എലമെന്റ്സിലേക്കുള്ള ഒരു റെഗുലർ ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺസ് ഔട്ടർ ഷെൽ ഫിൽ ചെയ്യുന്ന മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിൽ നിന്നും ഡിഫറന്റായി ട്രാൻസിഷൻ എലമെന്റ്സിന് ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത് അവയുടെ പെനൽറ്റിമേറ്റ് അഥവാ സെക്കൻഡ് ടു ലാസ്റ്റ് ഷെല്ലിലാണ്. യൂഷ്വലി ഒരേ ഹൊറിസോണ്ടൽ പീരിയഡിലുള്ള ട്രാൻസിഷൻ എലമെന്റ്സിന് സെയിം നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഹെൻസ് അവ ഒരു പീരിയഡിലും പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി ഷോ ചെയ്യുന്നു. ട്രാൻസിഷൻ എലമെന്റ്സിന്റെ അനദർ കളർഫുൾ ക്യാരക്ടറിസ്റ്റിക് എന്തെന്നാൽ അവ ജനറലി ലാബിൽ ബ്യൂട്ടിഫുൾ വൈബ്രന്റ് കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. നിക്കൽ സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, കൊബാൾട്ട് നൈട്രേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ഫെറസ് സൾഫേറ്റ് എന്നിവ ഇതിന് എക്സാമ്പിൾസ് ആണ്. നിങ്ങൾ പീരിയോഡിക് ടേബിളിന്റെ വെരി ബോട്ടമിൽ ലുക്ക് ചെയ്താൽ 2 സെപ്പറേറ്റ് ഹൊറിസോണ്ടൽ റോസ് സീ ചെയ്യാം. 6th പീരിയഡിൽ ലാൻഥനം അഥവാ അറ്റോമിക് നമ്പർ 57ഉം അതിനെ ഫോളോ ചെയ്യുന്ന ലുട്ടീഷ്യം അറ്റോമിക് നമ്പർ 71 വരെയുള്ള 14 എലമെന്റ്സും ലാൻഥനോയിഡ്സ് എന്ന നോണാണ്. 7th പീരിയഡിൽ ആക്ടീനിയം അഥവാ അറ്റോമിക് നമ്പർ 89ഉം അതിനെ ഫോളോ ചെയ്യുന്ന ലൊറേൻസിയം അറ്റോമിക് നമ്പർ 103 വരെയുള്ള 14 എലമെന്റ്സും ആക്ടിനോയിഡ്സ് എന്ന് വിളിക്കപ്പെടുന്നു. ടുഗെദർ ലാൻഥനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നറിയപ്പെടുന്നു. ലാൻഥനോയിഡ്സിനെ റെയർ എർത്ത് എന്നും വിളിക്കാറുണ്ട്. യുറേനിയത്തിന് ശേഷം വരുന്ന ആക്ടിനോയിഡ്സ് മാൻമെയ്ഡ് എലമെന്റ്സ് ആണ്. അറ്റോമിക് നമ്പർ 92ന് ശേഷം വരുന്ന എലമെന്റ്സ് ആർട്ടിഫിഷ്യലി മെയ്ഡ് ആണ്, ലെസ് സ്റ്റേബിൾ ആണ്, കൂടാതെ റേഡിയോ ആക്ടിവിറ്റി എക്സിബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. യുറേനിയത്തിന് ശേഷം വരുന്ന എലമെന്റ്സിനെ ട്രാൻസ് യുറേനിയം എലമെന്റ്സ് എന്ന് വിളിക്കുന്നു. ഫൈനലി നമുക്കൊരു ആറ്റത്തിന്റെ സൈസ് ലുക്ക് ചെയ്യാം. ഇതിനെ അതിന്റെ അറ്റോമിക് റേഡിയസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം.
അറ്റോമിക് റേഡിയസ് എന്നത് സിംപ്ലി ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഒരു ആറ്റത്തിന്റെ സൈസ് മെയിൻലി 2 ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്: ന്യൂക്ലിയർ ചാർജ് ആൻഡ് നമ്പർ ഓഫ് ഷെൽസ്. നിങ്ങളൊരു വെർട്ടിക്കൽ ഗ്രൂപ്പിലൂടെ ഡൗൺ മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഷെൽസിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു, വിച്ച് പുഷസ് ദ ഔട്ടർ ഇലക്ട്രോൺസ് ഫർദർ അവേ. ന്യൂക്ലിയർ ചാർജ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ന്യൂക്ലിയസിൽ പ്രസന്റ് ആയിട്ടുള്ള പ്രോട്ടോൺസിന്റെ നമ്പറിനെയാണ്. വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്, ദ ന്യൂക്ലിയസ് ആൻഡ് ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഗ്രൂപ്പിൽ ഡൗൺ ആയി ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഇഫക്റ്റ് നമ്പർ ഓഫ് ഷെൽസിലെ ഇൻക്രീസ് കൊണ്ട് ഓവർകം ചെയ്യപ്പെടുന്നു. ഹെൻസ് ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ഓൺ ദ അതർ ഹാൻഡ്, നിങ്ങളൊരു പീരിയഡിലൂടെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെൽസ് എക്സാക്ട്ലി സെയിം ആയി സ്റ്റേ ചെയ്യുന്നു. ഹവവർ, ന്യൂക്ലിയർ ചാർജ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നു, വിച്ച് ഇൻക്രീസസ് ദ അട്രാക്റ്റീവ് പുൾ ഓഫ് ദ ന്യൂക്ലിയസ് ഓൺ ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ്. ബിക്കോസ് ഓഫ് ദി സ്ട്രോങ്ങർ ഇൻവേർഡ് പുൾ, ആറ്റത്തിന്റെ സൈസ് ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുന്നു ഒരു പീരിയഡിലൂടെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ. ഡൗൺ എ ഗ്രൂപ്പ് സ്ക്രീനിംഗ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്ന ഒരു ഫിനോമിനൻ ഒക്കർ ചെയ്യുന്നു. ബിക്കോസ് ഇന്നർ ഇലക്ട്രോൺസ് ഔട്ടർ ഇലക്ട്രോൺസിലെ ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഡിക്രീസ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് എപ്പോഴും കമ്പാരിറ്റീവ്ലി ബിഗ്ഗർ ആറ്റംസ് ടേബിളിന്റെ ബോട്ടം ലെഫ്റ്റിലും സ്മോളർ ആറ്റംസ് ടോപ്പ് റൈറ്റിലും ലൊക്കേറ്റ് ചെയ്യാം. Thank you for attending this class from Top Tuition. If you find this video useful, like, share and subscribe to this channel. See you again with another video. Top Tuition, online for Kerala, offline for Palakkad. Join us today.